ഗൈസ് ഇപ്പോൾ നമ്മൾ പുതിയ അപ്ലിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻ നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടാ. ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഫുൾ വീഡിയോ കാണാതെ നിങ്ങൾ നേരെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തേടിപ്പിക്കാണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നെ പറയരുതിട്ടാ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലെ തന്നെ നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പുതിയ അപ്ലിക്കേഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണതാണ്. ഇടുന്ന ടൈമോട് കൂടി നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണതാണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഈ ഒരു റിവാർഡ് ഫോക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്ലിക്കേഷനും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടണതാണ്. അതിനുശേഷം കുറച്ചൊരു ലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് ലോഡ് ആയതിൻ്റെ ശേഷം എൻ്റെ ഈ ഒരു മൊബൈലിലുള്ള ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കണേ. ഞാൻ ഈ ഒരു അപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ പോകുന്ന ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കേട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾക്ക് വരുന്നതാണ് റെഫറൽ കോഡും ഫോൺ നമ്പറും എൻ്റർ ചെയ്യാൻ. ഈ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പേടിഎം നമ്പർ തന്നെ കൊടുക്കാൻ നോക്കട്ടെ. പേടിഎം നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല. പേടിഎം വിഡ്രോയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരാണ്. പേടിഎമ്മക്ക് നിങ്ങൾക്ക് വിഡ്രോ എടുക്കാനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിലേക്കുള്ള വിഡ്രോൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞു തരാം കറക്റ്റായിട്ട്. നിങ്ങൾക്ക് എന്തായാലും പേടിഎം യൂസർ ആണെന്നുണ്ടെങ്കിൽ KYC മിനി KYC എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രം മതിട്ടാ. അങ്ങനെ നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പറും പിന്നെ അതുപോലെ തന്നെ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കണേ. അതും എൻ്റർ ചെയ്തതിൻ്റെ ശേഷം നേരെ സബ്മിറ്റ് കൊടുത്ത് നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒരു ഓഫർക്കാണ് പോകുന്നത്. ആ ഓഫറും കാര്യങ്ങളൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി തരട്ടോ. അത് ഞാൻ വരുന്ന വഴിയിൽ തന്നെ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെയുള്ള ഓപ്ഷൻ വെച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെയിലി ബോണസ് ആണ്. ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷനിൽ ഏണിങ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷന് ഈ ഒരു ഏണിങ്സിൻ്റെ ഓപ്ഷന് പറ്റിയിട്ടുണ്ട്. സംഭവം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ ക്ലൈം കൊടുത്തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡും കാര്യങ്ങളൊക്കെ റൺ ആവും. ഈ ഒരു ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. ഒന്നെങ്കിൽ പ്ലേ സ്റ്റോർക്ക് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ക്രോം ബ്രൗസർക്ക് പോകും. ഇതിൽ എവിടേക്ക് പോയാലും നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ച് വന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നോക്കുക. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്ത ടൈമിൽ കിട്ടിയിട്ടില്ലേനി. അതായത് ഇന്നലെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിനി, 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും കിട്ടണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ഓപ്ഷൻ എന്തോ ഒരു എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ടൈമിൽ ആ എററും കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കിട്ടുക. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ആ ഒരു 30 സെക്കൻഡ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 100 കോയിനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിലുള്ള കോയിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരട്ടെ. വിഡ്രോൻ്റെ ഓപ്ഷൻ എത്തട്ടെ നമുക്ക് ഇവിടെ ബാക്ക് അടിച്ചാൽ അതാണ് ഇതിലുള്ള ഒരു ഓപ്ഷന്. ഇപ്പോൾ എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വെച്ച് ചെയ്യട്ടെ. അടുത്ത ഓപ്ഷനാണ് പബ്ജോയ് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് പോകും. ഇവിടെ കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ലോഡ് ആയിക്കണം. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ അത്ര കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് ഈ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ 12.4K കോയിൻ കിട്ടും. അതായത് 12,400 കോയിൻ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു റിവാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആ റിവാർഡ് വരിൽ 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോയിനും കാര്യങ്ങളൊക്കെ കിട്ടൽ 40 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആവറേജ് റിവാർഡ് ടൈം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ
കാണുന്നുണ്ടെങ്കിൽ 40 മിനിറ്റാണ്. അതേപോലെ ഓരോ ആപ്ലിക്കേഷൻ ഞെക്കി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടീഷനും കാണാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് റിവാർഡ് റിസീവ് ആവലെന്നൊക്കെ കാണിച്ച് കിട്ടാം. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ റിസീവ് ആവുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത്. ആ പബ്ജോയ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏണിങ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്താണ് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഗെയിം കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഗെയിമിൽ ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ഒരു ഫസ്റ്റത്തെ ഗെയിം പ്ലാനോ കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഏകദേശം ഇങ്ങനെ വരും. അങ്ങനെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ പ്ലാനോ നെക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിക്ക് പോകും. ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് 3 ലെവൽ എത്തിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 49 കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 11ാമത്തെ ലെവലിൽ 60 കോയിനും കാര്യങ്ങളും കിട്ടും. 30ാമത്തെ ലെവലിൽ 86 കോയിന്, 45ാമത്തെ ലെവലിൽ 86 കോയിന്, 80ാമത്തെ ലെവലിൽ 258 കോയിന്, ടോട്ടൽ 539 കോയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലത്തെ 80 ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നപോലെ ഈ ഒരു ഓപ്ഷൻ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഈ മൈ ഗെയിംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഓപ്ഷനിൽ വന്ന് എടുക്കും. നിങ്ങൾ എത്ര ലെവൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനിയാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് സ്പിൻ സ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 12 സ്പിൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കാണാൻ പറ്റും 12 സ്പിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് 12 സ്പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്പിന്നിൽ ഓരോ കോയിൻസുകൾ കൊടുത്തിരിക്കുന്നത് 9, 10, 12, 0, 12, 7, 14 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കോയിൻ കൊടുത്തിരിക്കണം. നിങ്ങളിവിടെ സ്പിൻ ചെയ്യാൻ നിരച്ചോളി. ഇങ്ങനെ സ്പിൻ ചെയ്ത് കണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു കോയിനിൽ ചെന്ന് നിൽക്കും. അങ്ങനെ ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലൈം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു ക്ലൈം ഓപ്ഷൻ കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തിന് ശേഷം ലോഡ് ആയതിന് ശേഷം റണ്ണാവും. ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുക. ഇതേപോലെ തന്നെ കോയിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ഔട്ട്. ഞാൻ ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു 6 കോയിനും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിക്ക് ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. 658 കോയിൻ അട്ടപ്പുള്ളത് സ്പിൻ ചെയ്തതിൻ്റെ ശേഷം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ആ ഒരു സ്പിൻ എടുത്തില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു 8 കോയിനും കൂടി ആഡ് ആയിക്കണേ. 666 കോയിൻസും കാര്യങ്ങളൊക്കെ ആയി. ഇന്നത്തെ സ്പിന്ന് വെച്ചാൽ 10 സ്പിന്നാണ്. അങ്ങനെ ഈ ഒരു 10 സ്പിന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് തീർത്ത് കാണുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോയിനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ ഡെയിലി സ്പിന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ഓപ്ഷനാണ് ക്വിസ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 47 + 18 സമം എത്രയാണ് 4 ഓപ്ഷൻ ഇവിടെ തന്നിങ്ങനെ. 40ഉം 10ഉം എത്ര വെച്ചാൽ 50ആണ്. 50ഉം 50 അല്ല, ആ 7ഉം 8ഉം കൂട്ടി കാണുന്നുണ്ടെങ്കിൽ 15ആണ് കിട്ടുന്നത്. ഈ 50ക്ക് 15 കൂട്ടി കാണുന്നുണ്ട് 65ആണ്. 65 ഈ ഒരു 4 ഓപ്ഷനിൽ ഇവിടെ 4ാമത്തതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഈ ഒരു 65 ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇത്ര കോയിൻ കിട്ടിയെന്ന് പറഞ്ഞാണ്. അതായത് 13 കോയിനാണ് എനിക്ക് ഈ ഒരു ആൻസർ കൊടുത്തോടുകൂടി കിട്ടിയത്. ഇവിടെ ക്ലൈം കൊടുക്കുകയാണ്. ക്ലൈം കൊടുത്തതിൻ്റെ ശേഷം എനിക്ക് ഇവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ റണ്ണാവുണ്ട്. അങ്ങനെ ആഡും കാര്യങ്ങളൊക്കെ റണ്ണായി കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിൻ്റെ ശേഷം എനിക്ക് ആ ഒരു ആഡിൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തതിന് കിട്ടിയ 13 കോയിൻസും എൻ്റെ വാലറ്റിൽ ആഡ് ആയിക്കണേ. 666 ഉള്ളത് 679 ആയിക്കണ. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 12 ക്വസ്റ്റ്യനാണ് ഉണ്ടാവില്ലേ ഒരു ദിവസം. ഈ 12 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. തെറ്റായിട്ടുള്ള ആൻസർ കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് ക്ലൈമായി കിട്ടുക. അതായത് നിങ്ങൾക്ക് കോയിൻസ് കാര്യങ്ങളും കിട്ടുക. ശരി ഉത്തരം തന്നെ കൊടുക്കണം. അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നതാണ്. അടുത്ത ടാസ്ക് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്ട്രാ ബോണസ് പറഞ്ഞുകൊണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഡെയിലി ബോണസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഡെയിലി ബോണസ്. ആ ഒരു ഓപ്ഷൻ്റെ അതേപോലെ തന്നെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടേണ്ടതുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഡെയിലി ചെയ്തുകൊണ്ട് നിൽക്കുക. 50 കോയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഗ് സ്മാഷർ എന്ന് പറഞ്ഞാണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് പറഞ്ഞാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ചാൻസ് ലെഫ്റ്റ് പറഞ്ഞാണ്ട് 12ആണ്. 12 ഗെയിമാണ് നിങ്ങൾക്ക് ഒരു ദിവസം കളിച്ചാൻ പറ്റില്ല. ഈ ഒരു ഗെയിം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് എഗ്ഗുകളൊക്കെ ഇവിടെ വീണ്ട്. ഇവിടെ ഈ എഗ്ഗൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ഗെയിം എങ്ങനെയാ വെച്ചാൽ ആ ഒരു എഗ്ഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്
വീണുകൊണ്ടിരിക്കും. ഓരോ എഗ്ഗും നിങ്ങളിങ്ങനെ നെക്കിയാൽ നിങ്ങൾക്ക് ഒരു എഗ്ഗ് നെക്കിയാൽ ഒരു കോയിനാണ് നിങ്ങൾക്ക് കിട്ടണത്. അപ്പോൾ ആ ഒരു ഗെയിം അവസാനിക്കണ വരെ എഗ്ഗ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എഗ്ഗൊക്കെ നിങ്ങൾ നെക്കുക, എത്രത്തോളം എഗ്ഗ് നിങ്ങൾ നെക്കുക അത്രത്തോളം കോയിൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം 12 ഗെയിമേ നിങ്ങൾക്ക് കളിച്ചാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ഒരു ഗെയിമിൽ 14 കോയിൻസാണ് കിട്ടിയത്. അതായത് 14 എഗ്ഗാണ് ഞാൻ നെക്കിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു 14 കോയിൻസിൻ്റെ വാലറ്റിൽ ആഡ് ആവണമെന്നുണ്ടെങ്കിൽ ക്ലെയിം കൊടുക്കുക, ആഡും കാര്യങ്ങളൊക്കെ റണ്ണാവും. ഇവിടെ കാണാൻ പറ്റിയ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാണ്ട് കാണിച്ചിട്ടുണ്ട്, ഡണ്ണ് കൊടുക്കുന്നുണ്ട്. ഡണ്ണ് കൊടുത്തതിൻ്റെ ശേഷം എനിക്ക് ഇവിടെ 11 അയക്കണേ. അങ്ങനെ 12 കംപ്ലീറ്റ് ചെയ്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമാണ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക, രസമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇനി അടുത്ത വെച്ചാൽ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് സ്ക്രാച്ച് പറഞ്ഞാണ്ട് ഇവിടെ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം നിങ്ങൾക്കുള്ള സ്ക്രാച്ച് ചെയ്യാനുള്ള കാർഡ് വെച്ചാൽ 12 കാർഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. അതിലുള്ള കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് പരസ്യം കണ്ട് നിങ്ങളെ വാലറ്റിലേക്ക് ആക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് കാണിച്ചിരട്ടാ. ഞാനിവിടെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിൽ 8 കോയിൻസാണ് കിട്ടുന്നത്. അടിയിൽ ക്ലെയിം കൊടുക്കുന്നുണ്ട്, ആഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ റണ്ണാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഡണ്ണ് കൊടുക്കുന്നുണ്ട്. ഡണ്ണ് കൊടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു 8 കോയിനും എൻ്റെ വാലറ്റിക്ക് ആഡ് ആയിക്കണ്. അങ്ങനെ 12 സ്ക്രാച്ച് കാർഡും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോയിൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനത് ബാക്ക് അടിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കമ്പനികൾ കാണാൻ പറ്റും. CPX, ഹമ്മിക്സ്, പിന്നെ ബിറ്റ് ലാബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കമ്പനികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 6 കമ്പനികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 6 കമ്പനി വെച്ചാൽ ചിലത് സർവേൻ്റെ കമ്പനിയാണ്, പിന്നെ അതുപോലെ തന്നെ ചിലത് ആപ്ലിക്കേഷൻ്റെ കമ്പനിയാണ്. ആ ഒരു ആപ്ലിക്കേഷൻസ് കണ്ടീഷൻ അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയുന്ന കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സർവേയും കാര്യങ്ങളൊക്കെ എത്ര മിനിറ്റ് നിങ്ങൾ ചെയ്ത് കാണുന്നുണ്ട് അതിൽ പറയുന്നതിന് കറക്റ്റായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവേ പറയുന്ന കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത് കമ്പനീസിൻ്റെ ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്തത് വെച്ചാൽ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലോഡ് അതിൻ്റെ ശേഷം ഇവിടെ കാണാൻ പറ്റും. ടെലഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അടിയിൽ 3 ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓരോന്നും ഫോളോ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 50 കോയിൻ വെച്ച് കിട്ടും കേട്ടോ. അതായത് ഇപ്പം ഉദാഹരണത്തിന് ടെലഗ്രാം കയറിയാണ്ട് ജോയിൻ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 50 കോയിൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോളോ നെക്കിയാണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ 50 കോയിൻ കിട്ടും. ഫോളോ ചെയ്യണമെന്ന് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കണ്ട് ബാക്ക് അടിച്ച് വരിക, അൺഫോളോ അടിച്ചാൽ മതി. 50 കോയിൻ ആഡ് ആയതിൻ്റെ ശേഷം അതേപോലെ തന്നെ യൂട്യൂബിൽ അതേപോലെ തന്നെ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. 50 കോയിൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ കിട്ടും. പിന്നീട് അൺസബ്സ്ക്രൈബോ അൺഫോളോ ഒക്കെ അടിച്ചാൽ മതി കേട്ടോ. അൺജോയിനും കാര്യങ്ങളൊക്കെ പിന്നീട് അടിച്ചാൽ മതി. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കോയിൻസ് തന്നെ കിട്ടും. അതായത് 300 കോയിൻസ് ഇത് 6 ചെയ്യുമ്പോഴത്തിന് നിങ്ങൾക്ക് കിട്ടണതാണ്. അതിനെ ബാക്ക് അടിച്ച് വരിക. ബാക്ക് അടിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റെഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റെഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് അടിയിൽ നിന്ന് 3ാമത്തെ ഓപ്ഷനാണ് റെഫറിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ച ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ റെഫറൽ കോഡും എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷന്. ആ ഒരു ഓപ്ഷനിൽ എൻ്റെ ഈ റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 400 കോയിൻ കിട്ടും. പോരാത്തതിന് നിങ്ങൾ ആ എൻ്റർ ചെയ്ത വകയിൽ നിങ്ങൾക്കൊരു ജോയിൻ ബോണസ് ആയിട്ട് ചെറിയൊരു ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ, അതായത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കില്ല. ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നതിൻ്റെ നേരടിയിൽ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള റെഫറൽ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അങ്ങനെ റെഫറലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെയെന്ന് വെച്ചാൽ ഇനി വിഡ്രോയും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇവിടെ 2ാമത്തെ ഓപ്ഷനാണ് വാലറ്റിൻ്റെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെർച്ച് ഫോർ എ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഇന്ത്യ എന്ന് കൊടുക്കുക. ഇന്ത്യ എന്ന് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ത്യ കൺട്രിത്തെ വിഡ്രോ അടിക്കുന്ന ഓപ്ഷൻ വരും. ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ UPI ഉണ്ട്. ഈ UPIൻ്റെ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് Paytmക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ Paytmൻ്റെ മിനി KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് Paytmക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻസ് നോക്കാം. 2500 കോയിന് 10 രൂപയാണ് വരുന്നത്. 10 രൂപേൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടലിട്ടാ. 50ൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12,500 കോയിന് വേണം. എന്നാലും നിങ്ങൾക്ക് 50 രൂപേൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു 2500 കോയിൻ ആയതിന് നിങ്ങൾക്ക് റെഡീം കോഡ് വേണമെന്നുണ്ടെങ്കിൽ വിഡ്രോ അടിച്ചെടുക്കട്ടോ. മിനിമം വിഡ്രോ മാക്സിമം യൂസ് ചെയ്യുക. ഈ ഒരു മാക്സിമം വിഡ്രോ ഉണ്ടല്ലോ, അതായത് 12,500, അതൊന്നും മാക്സിമം യൂസ് ചെയ്യാതൊക്കെ വെച്ചാൽ ലോങ് ടൈമൊക്കെ ഈ ഒരു കോയിൻ സേവ് ചെയ്യാതൊക്കെ നിങ്ങൾ മാക്സിമം വിഡ്രോ ചെയ്ത് കണ്ട് നിങ്ങളെ വാലറ്റിൽ നിന്ന് ഈ ഒരു കോയിൻസ് കാലിയാക്കി എടുക്കലാണ് നിങ്ങളെ ലക്ഷ്യം. അല്ലാന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പൂട്ടിപ്പോയാൽ നിങ്ങൾ ആകെപ്പെടും, നിങ്ങളെ കോയിൻസ് വെറുതാവും, നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടും വെറുതാവും കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ അടുത്ത ഓപ്ഷനാണ് UPI. ഈ ഒരു UPIയിൽ മിനിമം വിഡ്രോ വെച്ചാൽ 3000 കോയിൻസ് 12 രൂപയാണ്, 1500 കോയിൻസ് 30 രൂപയാണ്, 20000 കോയിൻസ് 80 രൂപയാണ് കേട്ടോ. മിനിമം വിഡ്രോൻ്റെ കായ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം വിഡ്രോൻ്റെ കോയിൻസ് ആയാലും അപ്പം തന്നെ വിഡ്രോ ചെയ്തെടുക്കട്ടോ. ഇനി Paytmക്ക് വിഡ്രോ അടിക്കണമല്ലോടെ എനിക്ക് പറയാനുള്ളത്. ഞാൻ അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കണേ Paytmക്ക് വിഡ്രോ അടിക്കണമല്ലോ. ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത് അതേപോലെ തന്നെ നിങ്ങളിവിടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. UPI ID എന്നുള്ളടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളിവിടെ വിഡ്രോ അടിക്കുമ്പോൾ അതേപോലെ എൻ്റർ ചെയ്തിട്ട്
സബ്മിറ്റ് ചെയ്ത് റെഡിയും കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ 24 hour കൊണ്ട് നിങ്ങളെ പേടിഎം വാലറ്റിക്ക് കയറണം കേട്ടോ. ബാക്കിയുള്ളവർ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർ UPI യൂസ് ചെയ്ത് കണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഓവർ ലെങ്ത് ആയിക്കണമെന്നുണ്ടെങ്കിൽ സോറി, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇതേപോലത്തെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തിടുക. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.